Hi friends, welcome back to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡിഷ് വാഷറിന്റെ റിവ്യൂ ആയിട്ടാണ്. ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് ഒരു 8 വർഷമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പലർക്കും കുറെ ഡൗട്ട്സ് ഉണ്ടാവും ഈ ഡിഷ് വാഷറിനെ സംബന്ധിച്ച്. കാരണം ഇത് അത്രയ്ക്ക് അങ്ങോട്ട് പോപ്പുലർ ആയിട്ടില്ല നമ്മുടെ നാട്ടിലൊന്നും, കേരളത്തിലൊന്നും അത്രയ്ക്ക് അങ്ങനെ ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഡിഷ് വാഷർ. കാരണം നമുക്ക് ഏറ്റവും അധികം ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും അധികം മടിയുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഈ പാത്രം കഴുകല്. പിന്നെ ഒരിക്കലും ഒരു തീർപ്പും ഇല്ലാത്തൊരു ജോലി തന്നെയാണ്. എപ്പോഴും ഉണ്ടാകും കുറേ പാത്രങ്ങളൊക്കെ. അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലികൾ കഴിയും. അതുപോലെ വെള്ളം കുറച്ച് ഇത് ഉപയോഗിക്കുള്ളൂ കേട്ടോ. എന്തുകൊണ്ടും ഒരു ലാഭമായിട്ട് തോന്നുന്നത്. അതായത് കറണ്ട് ആണെങ്കിലും അധികം ഇങ്ങനെ കറണ്ട് ഒന്നും എടുക്കുന്നു ചെയ്തു. അതായത് നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ തന്നെ പണ്ട് കാലത്ത് വാഷിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ എന്തോ ഭയങ്കര എക്സ്പെൻസീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഡിഷ് വാഷർ ആളുകൾ കണക്കാക്കണമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ കുറച്ച് നാളോടെ കഴിയുമ്പോഴത്തേനും എല്ലാ വീടുകളിലും ഇപ്പൊ വാഷിംഗ് മെഷീൻ എങ്ങനെയാണോ എല്ലാ വീടുകളിലും വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു അത്യാവശ്യ ഒരു സംഭവമായിട്ട് മാറും ഡിഷ് വാഷറൊക്കെ. പ്രത്യേകിച്ചും ജോലിക്കാരൊക്കെയാണ് രാവിലെ തിരക്ക് പിടിച്ച് ഓടേണ്ട ഒരു സമയത്ത് പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ഒരു മണിക്കൂർ, കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും പോയി കിട്ടും. പിന്നെ ആ വശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ നമ്മൾ ഇറക്കും. മറ്റേ ഇതിനകത്ത് ലോഡ് ചെയ്തിട്ടിട്ട് പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമുക്കത് എടുത്തു വെച്ചാൽ മതി. തന്നെയല്ലേ നല്ല ചൂടുവെള്ളത്തിലാണ് കഴുകി വരുന്നത്. നമ്മൾ കഴുകണതും ഇതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാവും. അതുപോലെ ചായക്കറിയൊക്കെ ഉണ്ടാവില്ലേ, ചായ ഇപ്പൊ നമ്മൾ ചെറിയ കപ്പൊക്കെ എടുക്കുമ്പോൾ ചായക്കറിയൊക്കെ പിടിച്ചിരിക്കുമായിരിക്കും. പക്ഷെ ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചായക്കറിയൊക്കെ എല്ലാം പോയി നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിക്കും. അതുപോലെ ചൂടുവെള്ളത്തിലായതുകൊണ്ട് തന്നെ നല്ല കുട്ടികളുടെ ബോട്ടില് സ്കൂളിലൊക്കെ കൊണ്ടുപോയി വിടുന്ന ബോട്ടിലൊക്കെ ഉണ്ടാവില്ല, വെള്ളം കുടിക്കാനൊക്കെ കൊടുത്തു ആ ബോട്ടിലൊക്കെ നല്ല ക്ലീൻ ആയിട്ട് എല്ലാം കിട്ടും കേട്ടോ. പിന്നെന്താ, പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എന്ന് വെച്ചാൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെയൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതായത് എൻ്റെ കോട്ടിങ് പോകുന്നതാണ് പറയണത്. അപ്പോൾ അത് കഴിവതും അത് ഉപയോഗിക്കാണ്ടിരിക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അയൺ, അതായത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതൊക്കെ നമ്മൾ മയപ്പെടുത്തി എടുത്ത് വെച്ചേക്കണയാണല്ലോ. അപ്പൊ അതിന്റെ ആ സീസണിങ് ഒക്കെ പോയി കിട്ടും. കാരണം ഇത് നല്ല ചൂടുവെള്ളത്തിൽ നല്ല സോപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കഴുകി വരുമ്പോഴും ആ മയപ്പെടുത്തിയതൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ അത് കാരണം കൊണ്ട് അതും കഴിവതും ഉപയോഗിക്കാണ്ടിരിക്കുക. പിന്നെ ഈ പ്ലാസ്റ്റിക്, അതായത് ലോ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ, പ്രത്യേകിച്ചും നമ്മുടെ ഈ ഐസ്ക്രീം ഡപ്പകളൊക്കെ പോലെ ഐസ്ക്രീമൊക്കെ തന്നെ പാത്രമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണെങ്കിൽ നമ്മളത് കഴുകിയൊക്കെ എടുത്ത് വയ്ക്കും. ഒട്ടുമിക്കവരും തന്നെ ചെയ്യാറുണ്ട്. അതൊക്കെ കഴുകി ചിലപ്പോൾ എടുത്ത് വെക്കും. അപ്പൊ അതൊന്നും ഇതിനകത്ത് കൊണ്ടുപോയി കഴുകാൻ നോക്കരുത് കേട്ടോ. അങ്ങനത്തെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിലും വില കുറഞ്ഞ മാത്രമല്ല അതിനകത്തൊരു മാർക്ക് കൊടുക്കും. അതായത് ഡിഷ് വാഷർ സേഫ് എന്നുള്ളൊരു മാർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ളത് മാത്രമാണ് നമുക്കിതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാൻ കാണിച്ചു തരാം. അല്ലാത്തുള്ളതൊന്നും നമ്മൾ ഇതിനകത്ത് കൊണ്ടുപോയി ഉപയോഗിക്കരുത്. പിന്നെന്താ, ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. സ്റ്റീൽ പാത്രങ്ങളും ചില്ലി പാത്രങ്ങളും എല്ലാം, അതായത് ഗ്ലാസിൻ്റെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ വെക്കില്ലേ, എന്തൊരു പാത്രമായിരിക്കും കഴുകാനായിട്ട്. അങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ സുഖമായിട്ട് നമുക്ക് ഇതിനകത്ത് കഴുകിയെടുക്കാം. ഇപ്പോൾ ഒരു ലോഡ് പാത്രമൊക്കെ കഴുകി വരാനാണെങ്കിൽ പോലും ഒരു 10 ലിറ്റർ വെള്ളമൊക്കെയാണ് ഇതിനകത്ത് ചിലവാകണുള്ളൂ. നമ്മളാണ് പാത്രം കഴുകണമെങ്കിൽ എത്രമാത്രം വെള്ളത്തിന് ചിലവുണ്ടാകും. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലീൻ ആവാണ്ടെന്ന് ഒരിക്കലും നല്ലതായിട്ട് ക്ലീൻ ആയിട്ട് തന്നെയാണ് വേണ്ടത്. ഈ ചൂടുവെള്ളത്തിലൊക്കെ കഴുകി വന്നുകൊണ്ട് തന്നെ നന്നായിട്ട് ക്ലീനായി കിട്ടും. അതിൽ എണ്ണമെഴുക്കൊന്നും ഇല്ലാണ്ടൊക്കെ നമ്മൾ കഴുകിയാൽ പോലും ചിലപ്പോൾ എണ്ണമെഴുക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് പോകണമെന്നൊന്നുമില്ല. പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസ് ഒക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് നേരം കഴുകുകയും ചെയ്യണം, എണ്ണമെഴുക്കൊക്കെ പോകാനും ഒക്കെ ആയിട്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് ക്ലീനായിട്ട് വരും. ഉപയോഗിച്ച് നോക്കണവർക്ക് അറിയാൻ പറ്റും. നല്ലതാണ്, നല്ല സംഭവമാണ്. ഞാനിപ്പോൾ 8 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഇത് പറയാൻ കാരണം ഞാനിവിടെ എൻ്റെ മോളുണ്ടായ സമയത്ത് എൻ്റെ മോൾക്ക് 8 വയസ്സ് കഴിഞ്ഞു കേട്ടോ. അവളുണ്ടായ സമയത്താണ് ഞാൻ ഈ ഡിഷ് വാഷർ മേടിക്കുന്നത്. കാരണം എനിക്ക് ഒരു 2-3 ഹോം നേഴ്സുമാർ വന്നു, പക്ഷെ ഒന്നും ശരിയാവണുണ്ടായില്ല. എന്തോ അവൾക്ക് നല്ലൊരു ഹോം നേഴ്സിനെ കിട്ടിയില്ല എന്ന് വേണം പറയാനായിട്ട് അവളുടെ സമയത്ത്. അപ്പോൾ 1 മാസം എങ്ങനെയൊക്കെയോ തികക്കാൻ നിർത്തി ഞാൻ. നമുക്ക് ഇല്ലാണ്ട് പറ്റില്ല, ആരും ഇല്ലാണ്ട് പറ്റില്ല. അപ്പം അങ്ങനെ നിർത്തിയിട്ട്
പിന്നെ ഒരു മാസമായപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് പാത്രം കഴുകൽ തന്നെയായിരുന്നു. പാത്രം കഴുകലും തുണിയലക്കിനുമാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് കാരണം വിചാരിച്ചു ഇത് കാരണം അത്യാവശ്യം അത് മനസ്സിലായി. അങ്ങനെയാണ് അന്ന് നമ്മുടെ ഇവിടെ ഒന്നും അത്ര ഇതായിട്ടില്ല കേട്ടോ, കേരളത്തിൽ അത്ര ഇതായിട്ടില്ല ഞാൻ മേടിക്കുന്ന സമയത്ത്. എന്നിട്ട് പിന്നെ നമ്മൾ പിട്ടാപ്പിള്ളിയിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ പിട്ടാപ്പിള്ളിക്കാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ വരുത്തിച്ച് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ വരുത്തിച്ച് തന്നു. പിന്നെ അതിലിവിടെ വന്ന് ഡെമോയൊക്കെ കാണിച്ചു തന്നു. അങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങിയതും ഒക്കെ. അപ്പോൾ എന്താ പറയുക, നേരെ വേസ്റ്റ് കളയുക, നേരെ ഇതിനകത്തേക്ക് എടുത്തു വയ്ക്കുക. പിന്നെ നമുക്ക് നമ്മുടെ പാട്ടിന് പോവാം. അതായത് നമ്മൾ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എങ്ങനെ ഉപയോഗിക്കുന്നു, നമ്മുടെ തുണി അതിനകത്തേക്ക് ഇടുക, എന്തൊക്കെയാണോ പൊടികളും സാധനങ്ങളും ഒക്കെ വേണ്ടത് അതൊക്കെ ഇട്ട് കൊടുക്കുക. നമുക്ക് അത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ പിന്നെ വിടർത്തി ഇട്ടാൽ മതി. അത് പകുതി ഉണങ്ങായിട്ടല്ലോ വന്നെ, വിടർത്തി ഇട്ടാൽ മതി. ഇതിനകത്ത് അങ്ങനെയല്ല, ഫുൾ പ്രോസസ്സും കഴിഞ്ഞ് കഴിഞ്ഞാണ് വന്നത്. നമുക്ക് വെറുതെ പറക്കി കൂടി എടുത്ത് വെച്ചിട്ട് മതി. തുടയ്ക്കാനും നടക്കേണ്ട, ഒന്നും നടക്കണ്ട. ഇപ്പം നമ്മൾ കൈകൊണ്ടാണ് കഴുകണമെങ്കിൽ പാത്രം കഴുകി അത് പിന്നെ തുടച്ച് ഒക്കെ എടുത്ത് വെക്കേണ്ടത്. നമ്മൾ കബോർഡ്സിലൊക്കെ വെക്കണമെങ്കിൽ ഓരോന്നും അതിനൊക്കെ എടുത്ത് വെക്കണം. പക്ഷെ ആ ഒരു ടൈമൊക്കെ നമുക്ക് ലാഭമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡിഷ് വാഷർ. ഞാൻ എടുത്തിരിക്കുന്ന IFBയുടെ ഡിഷ് വാഷറാണ്. ഇതിനകത്താണ് നമ്മൾ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് റിൻസൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പാത്രമൊക്കെ കഴുകി വരുമ്പോൾ സാധനം ഒരു ഡ്രോപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ, അതായത് വെള്ളത്തിൻ്റെ ആ പാടുകൾ നമ്മൾ പാത്രം പൈപ്പിലൊക്കെ മെയിനായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാവാണ്ടിരുന്നുള്ളൂ കേട്ടോ, റിൻസൈഡൊക്കെ യൂസ് ചെയ്യണേ. പിന്നെ ഇത് ഇങ്ങനെ മൂവ് ചെയ്യിക്കാം. പിന്നെ ഇത് തന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, ഇതുപോലെ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഞാനത് വരച്ച് കാണിച്ചു തരാം. ഞാനൊരു രണ്ടെണ്ണമായിട്ട് ഉപയോഗിക്കില്ല, എനിക്ക് ഒരെണ്ണമാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ എടുക്കാവുന്നതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ പാത്രം, ഇതിവിടെയൊക്കെയാണ് നമ്മൾ പാത്രങ്ങളൊക്കെ വയ്ക്കുന്നത്. ഇങ്ങനെയൊക്കെ കമത്തിയൊക്കെ നമുക്ക് പാത്രങ്ങൾ വെച്ചെടുക്കാം. ഇതിനകത്ത് എപ്പോഴും ഒന്നല്ലെങ്കിൽ ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കമത്തി വെച്ച് കൊടുക്കണം. ഈ രണ്ട് ടൈപ്പിലാണ് നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ഫാന്, ഇതിനകത്തു നിന്നാണ് നമുക്ക് വെള്ളം വരുന്നത് ഒക്കെ. ഇതിനകത്താണ് നമ്മൾ എന്താ പറയുക, സോൾട്ടേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർഡ് വാട്ടർ സോഫ്റ്റ് ആക്കി മാറ്റിയിട്ട് ഒക്കെ ഉള്ളത്. പിന്നെ ഇത് ക്ലീനിങ്ങിന് ഇത് പഴുപ്പ് വന്നിട്ടുണ്ട്, ഇതൊന്ന് ക്ലീൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതായത് ഒക്കെ ഇങ്ങനെയൊക്കെ മാറ്റാം. ഇനി നമുക്കിത് വർക്ക് ചെയ്യിക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് സോൾട്ടേഡ് ഇട്ട് കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലത്തെ ഒരു ഇത് വച്ചിട്ടാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് സോൾട്ടേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഈ സോൾട്ടേഡ് അതുപോലെ റിൻസൈഡും അതുപോലെ നമ്മുടെ സോപ്പ് ഇത് കഴുകാനുള്ള ഡിഷ് വാഷിങ്ങിൻ്റെ ആയിട്ടുള്ള ആ ഒരു സോപ്പ് പൗഡറും കൂടെ കൂടിയിട്ട് ഒന്നിച്ച് നമുക്ക് ഒരു എന്താ പറയുക, ഒരു സോപ്പ് പോലെ ഒരു ബാറ് പോലെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വേറെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഈ സോപ്പ് പൊടി മാത്രമാണ്, അതായത് ഈ ഡിഷ് വാഷറിൻ്റെ ആ പൗഡർ മാത്രമാണ് നമ്മൾ ഓരോ പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കുറേ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റീഫിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് റിൻസൈഡാണ്. റിൻസൈഡും ഇതുപോലെ ഒരു ലിക്വിഡാണ്, അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇനി സോപ്പ് പൊടിയും ഇതിൻ്റെ ഡിഷ് വാഷിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ അത് ഇതിനകത്താണ് നമ്മൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ സ്പൂണൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും വയ്ക്കാം. പിന്നെ ഇത് കുപ്പി ബോട്ടിലൊക്കെ കഴുകാനായിട്ടുള്ളതാണ്. കുട്ടികളുടെ സ്കൂളൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ ബോട്ടിലൊക്കെ സുഖമായിട്ട് കഴുകിയെടുക്കാൻ പറ്റും. ഇതിലൂടെയാണ് കേട്ടോ വെള്ളമൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്താണ് വന്നത്. ഇതൊക്കെ ഇങ്ങനെ മാറ്റിയൊക്കെ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഗ്ലാസ്സൊക്കെ ഇങ്ങനെ നന്നായിട്ട് അടങ്ങിയിരുന്നോളും. എന്താ പറയുക, ചില്ലിൻ്റെ ഗ്ലാസ്സൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഇരുന്നോളും. പിന്നെ ഇതിൻ്റെ ആ ഒരു ചെറിയ കൂടെയൊക്കെ ഇതുപോലത്തെ ഗ്ലാസ്സൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് കൊടുക്കാം. ഇതുപോലത്തെ പാത്രങ്ങൾ വയ്ക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കണ്ടോ, ഈ വീതി കാരണം കൊണ്ട് നമുക്ക് ഇതിനകത്ത് വയ്ക്കൽ കുറച്ചൊരു ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. അതായത് നമുക്ക് സാധാരണ സ്റ്റീൽ പാത്രങ്ങൾ അതിന് വെക്കാൻ പറ്റും. പക്ഷേ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ആണെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഇതുപോലെ അടുക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, അപ്പം ഇതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വെച്ച് നിൽക്കുവാണെങ്കിൽ പെട്ടെന്നൊരു കഴുകിയെടുക്കണമെങ്കിൽ ഇതുപോലെ പാത്രം വെച്ച് കൊടുത്തിട്ട് ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നിൽക്കുമ്പോൾ ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിതൊക്കെ കഴുകി റെഡി ആയിട്ട് വരും.
അപ്പോൾ ഈ പാത്രം എടുക്കുമ്പോൾ നമ്മൾ ഇത് വേസ്റ്റ് മാത്രം അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് എടുത്ത് വെച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കഴുകാനോ ഒന്നും നടക്കേണ്ട കാര്യമില്ല. നേരെ നമുക്ക് ഡിഷ് വാഷറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പാത്രങ്ങളിലൊക്കെ ആ വേസ്റ്റ് മാത്രം ഒന്ന് മാറ്റി കളഞ്ഞതിന് ശേഷം ഇതുപോലെ അടുക്കി എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അടുക്കി വയ്ക്കുമ്പോൾ ഇതുപോലെ കമഴ്ത്തി വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചരിച്ച് വെക്കണം. അപ്പോൾ ഗ്ലാസ്സൊക്കെ കണ്ടോ, റൈറ്റ് സൈഡിലായിട്ടാണ് ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുന്നത്. ഓരോന്നിനും ഓരോ രീതിയിൽ നന്നായിട്ട് അടുക്കി വെക്കുക കേട്ടോ. ഇങ്ങനത്തെ ഉള്ള ഡിഷ് വാഷറൊക്കെ ഇപ്പം നമ്മുടെ വീട്ടിൽ കുറേ അംഗങ്ങളൊക്കെ ഉണ്ട്, പാത്രമൊക്കെ കഴുകാൻ ആളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഒട്ടുമിക്കടുത്ത് അണുകുടുംബങ്ങളൊക്കെ ആണെങ്കിൽ, ന്യൂക്ലിയർ ഫാമിലിയൊക്കെ ആണല്ലോ, അപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡുമാർ ഹെൽപ്പ് ചെയ്യണമൊക്കെ വീടുകളിൽ, അല്ലെങ്കിൽ മക്കൾ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഒരു വീട്ടിലത്തെ എല്ലാ ജോലികളും ഒറ്റയ്ക്കൊക്കെയാണ് ചെയ്യണത്. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ജോലിക്കും പോകുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും ബിസിനസ് എന്തെങ്കിലും ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ഇതുപോലുള്ളൊരു ഡിഷ് വാഷർ വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. കാരണം നമുക്ക് മറ്റുള്ള സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് പാത്രങ്ങളൊക്കെ വെച്ച് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് വളരെ കുറച്ച് പൗഡർ മതി കേട്ടോ, 1 ടീസ്പൂണൊക്കെ മതിയാവും പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് അടച്ചു വയ്ക്കാം. ഈ ഡിഷ് വാഷർ എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുള്ളത് നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു കിച്ചൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സ്വിച്ച് ഓൺ ചെയ്തു. പിന്നെ ഇതിനകത്ത് ഡിഷ് വാഷറിൻ്റെ ഇതിനകത്തൊരു സ്വിച്ച് ഉണ്ട്, അത് ഓൺ ചെയ്തു. പിന്നെ നമുക്ക് എത്രയാണോ വേണ്ടത് അത് സെറ്റ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ മിക്സിലോടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 107 മീറ്റാണ് വന്നത്. അതായത് ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ വേണ്ടി വരും ഇത് ഫുള്ളായിട്ട് കഴുകി വരാനായിട്ട്. അതുപോലെ തന്നെ ഇത് താഴത്ത് മാത്രമാണ് നമ്മൾ 2 ഇപ്പോൾ തട്ടായിട്ടല്ലേ കണ്ടത്. ആ 2 തട്ടിലും താഴത്ത് മാത്രമാണ് കൊടുക്കണമെങ്കിൽ ഹാഫ് ലോഡ്, ഫുൾ ലോഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് തിരിച്ചു കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നടക്കുന്ന പ്രോഗ്രാംസ് നമുക്കൊന്ന് കാണാം. ടൈം ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വന്ന് 0-ലെത്തി നിൽക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ 0 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല ചൂടാണ് കേട്ടോ. ഇങ്ങനെ ആവി ഇങ്ങനെ പറക്കില്ലേ, അതുപോലെയാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ. അതുപോലെ ഇതിൻ്റെ വേണ്ട ആ സോപ്പ് പൊടി ഇടുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്കതൊന്ന് എല്ലാം ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറ് കണ്ട, അതിൻ്റെ മുകളിലായിട്ട് വെള്ളം കെട്ടും. കാരണം ഈ കമത്തി വെച്ചാലും അതിന് മുകളിലായിട്ട് വെള്ളം കെട്ടാനുള്ള ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ അതിന് വെള്ളം കെട്ടും. അപ്പോൾ അത് ഒന്ന് കൊട്ടിക്കളഞ്ഞിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ നമ്മുടെ ഈ കഞ്ഞി വാർക്കണ കലമൊക്കെ ഇല്ലേ, അതൊക്കെ വയ്ക്കുമ്പോഴും മുകളിൽ വെള്ളം കെട്ടും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ബാക്കിയുള്ളതെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും കമത്തി തന്നെ വയ്ക്കുക കേട്ടോ. അപ്പോൾ മേളിൽ വെള്ളം കെട്ടണത് വളരെ അപൂർവമായിട്ട് 1-2 പാത്രങ്ങളൊക്കെ ഇല്ല, അങ്ങനത്തെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് പുറത്ത് വെച്ച് തന്നെ കഴുകിയെടുക്കാം, സിങ്കിൽ വെച്ച് സാധാരണ പോലെ തന്നെ കഴുകിയെടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടുക്കി അങ്ങോട്ട് വെച്ചാൽ മതി. കാരണം നല്ല ഉണങ്ങിയും കൂടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ 1 മാസം മുമ്പിട്ട് ഒരു കിച്ചൻ്റെ വീഡിയോ ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ടൈമിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു ഈ ഡിഷ് വാഷറിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ അവർ പറഞ്ഞത് കൊണ്ടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ അതേ കണ്ടോ, ചായക്കറയൊക്കെ പോയി നല്ല ക്ലീനായിട്ട് ഗ്ലാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഡിഷ് വാഷറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ രാവിലെ 8 മണിക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.